നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രകൃതിയിലെ ഇരുന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ, പക്ഷികളുടെ ശബ്ദവും മറ്റൊക്കെ കേട്ടുകൊണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു യാത്രാക്കുറിപ്പാണ്. കുടജാദ്രിയെ കുറിച്ചും മൂകാംബിക ക്ഷേത്രത്തെ കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നവമി ദശമിയൊക്കെ ദിവസങ്ങളിൽ പോകുന്ന ആൾക്കാർക്ക്, അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായി യാത്രക്കിടയിൽ. അതും നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. ബോറടിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ യാത്രയ്ക്ക് ഇപ്രാവശ്യം ഞാൻ നവമിക്ക് പോകണം എന്ന് വിചാരിച്ചതല്ല. കാരണം എല്ലാ വർഷവും പോകാറുള്ളതാണ്, അവിടെ രഥോത്സവമൊക്കെ കാണാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് പോകണം തോന്നി. ഇപ്പൊ സാധാരണഗതിയിൽ റൂം അവിടെ ചീപ്പ് റേറ്റിന് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക് റൂം കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് റൂം കിട്ടി. 1000 രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നുള്ളൂ. പിന്നെ ട്രെയിന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് മൂകാംബിക ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്ത് ഉള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് ബൈന്ദൂർ സ്റ്റേഷനാണ്. അപ്പൊ ബൈന്ദൂരിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടികളൊക്കെ അവിടെ പുലർച്ചെ എത്തുന്ന വണ്ടികളാണ്. 6 മണിക്ക്, പിന്നെ രാത്രി 12 മണിക്കൊക്കെയാണ്. അപ്പൊ ഇത്രയും നേരത്തെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവർ ചെക്ക് ഇൻ സമ്മതിക്കില്ല. കാരണം 12 മണിയാണ് അവരുടെ ചെക്കിംഗ് ടൈം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് മംഗലാപുരത്ത് നിന്ന് ബസ്സിന് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഷൊർണൂരിൽ നിന്നുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. അപ്പൊ അതിലാണ് കിട്ടുന്നത്. ആ ട്രെയിനിന് എനിക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ എന്നാൽ അതിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് പട്ടാമ്പി സ്റ്റേഷനിൽ നിർത്തില്ല. അപ്പൊ പട്ടാമ്പിയിൽ നിന്ന് നമ്മൾ അവിടുന്ന് ഒരു മെമു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടിയിൽ നമ്മൾ ഷൊർണൂർക്ക് പോയി. പിന്നെ അവിടെ നിന്നാണ് ഈ ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ പക്ഷേ സ്ലീപ്പർ ക്ലാസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ലീപ്പറിലാണ് ബുക്ക് ചെയ്തത്. അപ്പൊ കയറിയിട്ട് നോക്കുമ്പോൾ യാത്രയൊന്നും, അതായത് ഉറക്കമൊന്നും നടന്നില്ല. കാരണം 2 റെയിൽവേ സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ. അവര് റിസർവ് ചെയ്തൊന്നും അല്ല. എന്തോരുന്ന് കുറച്ചു നേരം അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട്. രാത്രി 11:50 ഈ ട്രെയിന് 12 മണിക്ക് അവിടുന്ന് പുറപ്പെട്ടത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തമിഴ് ഫാമിലിയാണ്. അവരെന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് പാട്ടൊക്കെ പാടി കുട്ടിയെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവര് നിശബ്ദമായില്ല. ഇവര് കുറേ നേരം വർത്തമാനം പറയുകയും ലൈറ്റ് ഓൺ ചെയ്യലും ഓഫ് ആക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നിശബ്ദത വന്നു. ഒരു 3-3:30 അന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങാൻ വിചാരിച്ച് കിടന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടു അപ്പുറത്തുള്ള ആള് ഒരു മൊബൈലിലൊക്കെ പാട്ടൊക്കെ വെച്ച് ഉറക്ക ശബ്ദവും. അങ്ങനെ ഉറക്കം നടന്നില്ല. പുലർച്ചെ 5 മണി 5:50 ആയപ്പോഴേക്കും നമ്മൾ മംഗലാപുരം എത്തി. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വന്ന് നേരെ അവിടെ ക്യാൻറ്റീനിലുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ച് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ 2 ഉഴുന്നുവട വാങ്ങിച്ച്, റേറ്റും കമ്മിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആകെ 15 രൂപയേ ഉള്ളൂ ഒരു ഉഴുന്നുവടയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ബസ്സിൽ കയറി നമ്മൾ നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ബസ്സിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. എല്ലാ പ്രാവശ്യവും നടക്കുന്ന ഒരു എന്താ പറയാ, എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഓരോരുത്തരെ കിട്ടാറുണ്ട്, പരിചയത്തിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇദ്ദേഹം 30 വർഷങ്ങളായിട്ട് അബുദാബിയിൽ കുടുംബസമേതം സ്ഥിരതാമസമാക്കിയ മിസ്റ്റർ രാജനെ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം യാദൃശികമായിട്ട് ഇവിടെ ഒരു ഫംഗ്ഷന് വന്നതാണ്. അപ്പൊ അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകാമെന്ന് വിചാരിച്ച അദ്ദേഹം നമ്പറൊക്കെ എൻ്റെ അടുത്ത് വാങ്ങിച്ചു. അദ്ദേഹം ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അപ്പൊ അങ്ങനെ നല്ലൊരു സുഹൃത്തിനെ അവിടെ നിന്ന് കിട്ടി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പൊ സാധാരണഗതിയിൽ വീഡിയോ നീണ്ടുപോകുന്നുള്ള ഇതിൽ എനിക്കൊരിതുണ്ട്. എന്തായാലും റൂം അവർ ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ വലിയ ഒരു റൂമൊന്നുമില്ല, ഒരു ആവറേജ് റൂമാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ തിരുവാണെങ്കിൽ അങ്ങനെയും കണക്കാക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്നത് ക്യൂ അവിടെ കാണാനുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് സാധാരണ. അപ്പോൾ ഇപ്രാവശ്യം 1:15 ഈ രഥം വലിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ 11, ഞാൻ അവിടെ എത്തുമ്പോൾ 11:30 ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞു, 12 മണിയായിട്ട് ഇത് ക്യൂ പോകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ക്യൂ ബന്ധായി. ഈ പാവങ്ങൾ ഇപ്പോൾ തുറക്കുന്നു വിചാരിച്ചിട്ട് നല്ലോണം കുറേ നേരമായി കാത്തിരുന്നു. ഞാൻ പതുക്കെ 12 മണിക്ക് ശേഷം പുറത്തേക്ക് കിടന്നു. എനിക്ക് മനസ്സിലായി 1:15 നടക്കില്ല. പുറത്തേക്ക് വന്നപ്പോഴാണ് അറിയണത് ഇവർ 11 മണിക്ക് തന്നെ ഇത് ബ്ലോക്കായി. എന്നാൽ ഇവർ അനൗൺസ് ചെയ്യണ്ടേ, അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല. ഈ പാവങ്ങൾ ഇപ്പൊ തുറക്കുന്നു ഇരിക്കുക. പിന്നെ ഇത് രഥം വലിച്ചു കഴിഞ്ഞ് ഒരു 2-2.5 കഴിഞ്ഞതിന് ശേഷം മാത്രമേ
പിന്നീട് തുറക്കുള്ളൂ. അപ്പൊ അത്ര നേരം ഇവരെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ അനൗൺസ് ചെയ്താൽ എല്ലാവർക്കും പോവാം. ഞാൻ അങ്ങനെ പുറത്തേക്ക് ചാടി. പുറത്തേക്ക് വന്ന സമയത്ത് അവിടുന്ന് ഒരു ഗവൺമെന്റ് എംപ്ലോയി, അത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലുള്ള ഒരാളായിരുന്നു. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്തുതരാം, എന്റെ കൂടെ പോരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൊണ്ടുപോയി, അകത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നോക്കുമ്പോൾ സാധാരണ ഈ നവമി ദശമിക്ക് നല്ല തിരക്കുണ്ടാവും അന്നദാനത്തിൻ്റെത്. അങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി അവിടെ അന്നദാനത്തിന്റെ അവിടെ ഇരുന്നു. അപ്പൊ അയാളും കൂടെ ഇരുന്നു. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ആളുകൾ ഓരോ വിഡിത്തം കാണിക്കുകയാണ്. ഈ രഥം വലിക്കുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള രഥം വലി ഇപ്പോഴല്ല, അത് പുറത്തു കൂടെ വലിയ രഥം വലിച്ചുകൊണ്ടു, അതാണ് രഥോത്സവം. ഈ മലയാളികൾ മാത്രം എന്താണ് അറിയില്ല, ഈ രഥം വലിക്കുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വലിക്കാറുണ്ട് രഥം. ഞാൻ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കതിലൊരു വലിയൊരു ഇതുമില്ല, ഒരു കാര്യമൊന്നുമില്ല. അപ്പോഴാണ് അറിഞ്ഞത്, അയാൾ പറഞ്ഞു ഈ ചാപ്പേറ് പോലെ കോയിൻ എറിയുമ്പോൾ ആളുകൾ ഇത് പരക്കം പായും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ഇങ്ങനെ കയറുന്നത്. അത് കിട്ടിയാൽ വളരെ പുണ്യമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ആൾക്കാർക്ക് ചവിട്ടും കുത്തും ഒക്കെ കിട്ടിയ ആൾക്കാർ വീഴും. അനാവശ്യമായിരുന്നാണ്. ഇപ്രാവശ്യം കോയിനേറ് ഇല്ല എന്നാണ്. അപ്പൊ അതൊരു പുതിയൊരു ഇൻഫർമേഷനാണ്. അപ്പൊ ആളുകൾ വിചാരിച്ചിരിക്കുന്നതിനുള്ള കയറി ഇപ്പൊ കോയിൻ എറിയുന്നു വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭക്ഷണം വന്നു. സാധാരണക്കാരിലും നല്ല ഭക്ഷണമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം അതിൽ പായസമൊക്കെ ഉണ്ട്. അയാൾ തന്നെ പറഞ്ഞു. ഞാൻ എഴുന്നേക്കാൻ ഇറങ്ങുമ്പോൾ അയാൾ പറഞ്ഞില്ല, ഇനി പായസം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം ഒരു സ്വീറ്റ് വന്നു. ഇതെല്ലാം കഴിച്ചു. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി 2 മണിക്ക് ശേഷം നോക്കിയാൽ മതി എൻ്റെ അകത്തേക്ക് കയറല് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ക്യൂ ഫാസ്റ്റായിട്ട് പോവും, പെട്ടെന്ന് കയറാമെന്നും പറഞ്ഞു. ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല. ഞാൻ പതുക്കെ ഇങ്ങനെ വന്നു, പുറത്ത് വന്ന് കുറച്ചു നേരം അവിടെ ഡാൻസും പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് കണ്ട് നോക്കിയപ്പോൾ പടിഞ്ഞാറ് വാതിൽ, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറ് വാതിൽ തുറന്നു. അപ്പോൾ ആളുകൾ കുറെ ആൾക്കാർ വരുന്നുണ്ട്, കുറെ ആൾക്കാർ ഉള്ളിൽ പോകുന്നുണ്ട്. സാധാരണ അതിലൂടെ കടത്തി വിടുന്നില്ല. അപ്പൊ അവിടെ 2 പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു അവരോട്, അതിന്റെ ഉള്ളിൽ കയറ്റി വിടുമെന്ന് ചോദിച്ചു. സാധാരണ കയറ്റി വിടാറൊന്നുമില്ല, നിങ്ങൾ കയറിക്കോ വേണമെങ്കിൽ. ഞാൻ അങ്ങനെ കയറി നോക്കുന്ന സമയത്ത് അതൊക്കെ വലിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ കയറാൻ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മറ്റുള്ള ആൾക്കാരൊക്കെ പുറത്ത് അപ്പോഴും കാത്തു നിൽക്കുകയാണ്. 11-11:15. ഞാൻ എന്തായാലും ക്യൂല് കയറി. അവിടെ ക്യൂല് അപ്പൊ അത് തുറക്കുമ്പോൾ അവർ വരുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് നീങ്ങി എൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പൊ ആൾക്കാരിങ്ങനെ പുറത്ത് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്ക് തന്നെ അനൗൺസ് ചെയ്തിട്ടൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് കിടന്നു. അകത്ത് കിടന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു സംഭവം. ഈ എറിയാൻ വെച്ചിരുന്ന കോയിനൊക്കെ അവിടെ തൊഴാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഒരാളെന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട്, അതായത് കൊടുക്കുന്ന ആൾ വിളിച്ചിട്ട്, കോയിന് വേണ്ടേ ചോദിച്ചു. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഏതാ കോയിൻ്റെ ചോദിച്ചു. ഇതാണ് രഥത്തിൽ എറിയാനുള്ളത്. ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെയാക്കി, നല്ല പരിപാടി. അത് ആദ്യം വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ കോയിൻ കിട്ടി. അതും പ്രതീക്ഷിക്കാതെ നടന്നു, നന്നായി തൊഴുതു. അപ്പൊ അത് കഴിഞ്ഞ് പുറത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ റൂമിലേക്ക് എത്തിയിട്ട് കിടക്കാൻ നമ്മുടെ ഒരു ഷാൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിന്റെ കാര്യം ആലോചിച്ചു. ഓരോ പ്രാവശ്യം യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം മറന്നു വയ്ക്കാറുണ്ട്. ഇപ്രാവശ്യം ട്രെയിനിൽ ഷോൾ മറന്നു വെച്ചു പോയി. അതായത് അതൊരിക്കലും ഒരാൾ സമ്മാനിച്ചതായിരുന്നു. ഞാൻ 20 വർഷമായിട്ട് അത് യാത്രയ്ക്ക് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഈ സമ്മാനിച്ച ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഒരു ചെറിയൊരു സെന്റിമെന്റ് അത്രേ ഉള്ളൂ. എന്തായാലും സാരമില്ല, 10-20 വർഷം ഉപയോഗിച്ചതല്ലേ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പിറ്റേ ദിവസം സാധാരണ വിജയദശമിക്ക് പിന്നെ ഞാൻ ഉള്ളിൽ കയറാറില്ല, പുറത്തേ നിൽക്കാറുള്ളൂ. അത്ര ക്യൂ ആയിരിക്കും. അങ്ങനെ നാളെ രാവിലെ പുറത്തുനിന്ന് കൊടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ രാത്രി കടന്നൊരു 12 മണി വരെ ഞാൻ ഈ ഇവിടുത്തെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് കാണാത്ത തരത്തിലുള്ള നൃത്തങ്ങളൊക്കെയാണ് അവിടെ. അധികം വളരെ മനോഹരമായിട്ട് കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതൊക്കെ കണ്ട് തിരിച്ചു വന്ന് ഒരു 11:30 മണിയായി കിടന്നപ്പോൾ. അങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇനി രാവിലെ കുറച്ച് വൈകിട്ട് എണീക്കുള്ളൂ എന്ന് വിചാരിച്ചാ. പക്ഷെ ആ സമയത്ത് ഒരു 3 മണിയായ സമയത്ത് ആരോ ഒരാൾ കോളിംഗ് ബെല്ലടിച്ചു. അങ്ങനെ വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ആരും കാണാനില്ല. ഒരു സേഫ് ആയിട്ടുള്ള റൂമൊന്നും ആയിരുന്നു. പിന്നെ അങ്ങനെ കിടന്ന് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. വേഗം കുളിച്ചു പുറത്തേക്ക് വന്നു. പുറത്തേക്ക് കുറച്ച് ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് നോക്കുന്നുണ്ട്, ക്യൂലൊന്നും ആരും ഇല്ല. നേരെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി. സാധാരണ ഭയങ്കര ക്യൂ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അകത്ത് കയറി ഈസി ആയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാഴ്ച കണ്ടു. അതായത് അവിടെ ഗോപൂജ നടത്തുന്നത് കണ്ടു. ഇതുവരെ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വലിയ തിരക്കൊന്നും ഇല്ലാതെ സുഖമായിട്ട് അവിടെ തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് പിന്നെ ഞാൻ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോരാനുള്ള തീരുമാനമായി. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് അപ്പോൾ തലേദിവസം രാത്രിക്കുള്ള ഭക്ഷണം ഞാൻ എന്തായാലും ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ചില്ല. കാരണം രാത്രി നമ്മൾ അരിഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഒരു ചപ്പാത്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെയാണ്. അങ്ങനെ രാവിലെ അവിടുന്ന് പുറപ്പെട്ട് നേരെ നമ്മൾ ബസ്സിൽ കയറി. ബസ് ഉടുപ്പി എത്തിയപ്പോൾ ഒരു പമ്പിലേക്ക് കയറ്റി, പെട്രോൾ പമ്പിലേക്ക്. അങ്ങനെ പെട്രോൾ പമ്പിൽ അവിടെ നിർത്തിയപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു 20 മിനിറ്റ് സമയമുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. അപ്പോൾ ഏതായാലും ഈ ബസ് പുറപ്പെട്ടത് 8:15-നാണ്. ഇപ്പോൾ 11:30 അവിടെ എത്തിയിട്ടില്ല. അത് എല്ലാ സ്റ്റോപ്പിലും നിർത്തി എല്ലാ ബസ് സ്റ്റാൻഡും പരിചയപ്പെടുത്തിയിട്ടാണ് ആ ബസ് വരുന്നത്. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനെന്നാ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയിട്ട് ബാഗ് അവിടെ വെച്ചോളൂ, ആരും എടുത്തുകൊണ്ടുപോയില്ല. ചില ആൾക്കാർക്ക് ഇറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ ബസ് കാണാനില്ല. അതുകൊണ്ട് ഞാൻ ആകെ പരിഭ്രമമായി, ബാഗൊക്കെ പോയില്ലേ. അപ്പോൾ നേരെ ഇയാളോട് ചോദിച്ചു, ഇപ്പൊ ഇതിൽ എന്താ അബദ്ധം എന്താ പറ്റിച്ച ഈ ബസ്സിന്റെ പേര് ഞാൻ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ബസ്സിന്റെ കളറൊന്നും വ്യക്തമല്ല. ഓടി വന്നപ്പോൾ ഈ ബസ് പുറപ്പെടുന്ന കണ്ടപ്പോൾ അങ്ങനെ കയറിയിരുന്നതാണ്. അപ്പൊ ഏതാന്ന് ചോദിച്ചപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പെട്രോൾ ഇത് അടിക്കുന്ന പയ്യൻ പറഞ്ഞു അതൊക്കെ പോയി, അത് ഇനിയിപ്പോ സിറ്റി സ്റ്റാൻഡിൽ പോയി കേട്ടാ അവിടുന്ന് അങ്ങനെ പോയിട്ടുണ്ടാവും, നിങ്ങൾ വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് പോയിക്കോ, നമ്പറൊന്നും ഇവിടെ ഇല്ല എന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും, ബാഗ് കിട്ടാൻ എനിക്ക് ഫോൺ നമ്പർ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് അയാളുടെ മാനേജറൊക്കെ കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു ഏത് ബസ്സാണെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഈ സമയത്ത് ഒന്ന് കൊല്ലൂരിൽ നിന്ന് ഒരു ബസ്സാണെന്ന് പറഞ്ഞു. അത് ചിലപ്പോ പുറകില് ബസ് സ്റ്റാൻഡില് പുറകിൽ ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും, നിങ്ങളത് അവിടെ പോയി നോക്കുക. പുറകിൽ ചെന്ന് നോക്കുമ്പോൾ ഇതേപോലുള്ള ബസ്സുകളാണ് നിരന്ന് കിടക്കുന്നത്. ഏത് ബസ്സാണെന്ന് അറിയുന്നില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ ഞാൻ ആ കണ്ടക്ടറെ എനിക്ക് മനസ്സിലായിരുന്നു. കണ്ടക്ടർ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു. ഉടനെ ഞാൻ ആളെടുത്ത് വന്നു. ഞാൻ ആളോട് പറഞ്ഞു നിങ്ങൾ 20 മിനിറ്റ് അവിടെ നിർത്തുന്ന പറയും, എവിടെ നിർത്തുന്നത് പറയാത്തതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു. അയാൾ കൂടായിരുന്നു. പിന്നെ ഓരോരുത്തർ വന്നിട്ട് വഴക്ക് കൂടാൻ തുടങ്ങി ഇയാളോട്. കാരണം എന്നെ പോലെ തന്നെയുള്ള അനുഭവമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് നേരെ മംഗലാപുരത്ത് വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വൈകുന്നേരത്തെ മെയിലിൽ കയറി നമ്മൾ തിരിച്ച് പട്ടാമ്പി എത്തി. അപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാത്രാ ചെലവൊക്കെ കുറവാണ്. നമ്മൾ മെയിലിന് ബുക്ക് ചെയ്തിട്ട് നമ്മളവിടെ മംഗലാപുരത്ത് നിന്ന് എത്തി. പിന്നെ ഒരു ട്രെയിൻ ടിക്കറ്റ് കുറവാണല്ലോ. അപ്പോൾ ബസ്സിൽ മംഗലാപുരത്ത് നിന്ന് 205 രൂപയാണ് ഈ കൊല്ലൂർക്കുള്ള യാത്രയ്ക്ക് അല്ലെങ്കിൽ പൈസ വരുന്നത്. മറ്റതാണെങ്കിൽ രാവിലെ പുലർച്ചെ പോവുകയാണെങ്കിൽ ബൈന്ദൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഓരോ പ്രാവശ്യവും ഓരോ ചാർജാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ക്യൂലൊക്കെ അവിടെ പോയി നിൽക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് എത്ര മണിക്കാണ് തുറക്കുക എന്നൊക്കെ നോക്കി നിന്നാൽ മതി. ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ അവിടെ നിൽക്കും. അപ്പം മറ്റേ ആ ഗവൺമെന്റ് എംപ്ലോയി തന്നെ പറഞ്ഞു ഇവർ ചെയ്യുന്നൊന്നും ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ. ഇല്ല ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഉള്ളിലാണെങ്കിൽ നിറയെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് രഥം കവലിക്കുന്നത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോകൾ കിട്ടുന്നുണ്ട് രഥത്തിന്റെ, അത് വേണമെങ്കിൽ കണ്ടോളൂ. അപ്പൊ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ വിജയദശമിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതായത് അക്ഷര എഴുതുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സരസ്വതി മണ്ഡപത്തിൽ ഇപ്രാവശ്യം കയറ്റിയിരുന്നില്ല. പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യം പോയി അവിടെ ശ്രീ ഗണപതി എന്ന് എഴുതാറുണ്ട്. ഞാൻ ആളോട് പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ എഴുതി. എനിക്ക് മാത്രം എന്തോ അറിയില്ല. ആൾ പറഞ്ഞു വേഗം പോകണം തോന്നുന്നു, നിങ്ങൾ ഇരിക്കാൻ നോക്കിയാൽ പിന്നെ ആൾക്കാർ ആൾ ധൃതിയൊക്കെ കൂട്ടി. പക്ഷെ ഞാൻ എഴുതി അങ്ങനെ ഇറങ്ങി. അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു അനുഭവം അത് പറഞ്ഞു. അപ്പൊ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ലോങ് ഒക്കെ പോകുമ്പോൾ ബസ്സിന്റെ പേര് അതുപോലെ ഫോൺ നമ്പർ, കണ്ടക്ടർ ഇറങ്ങി പോകുന്ന സമയത്ത് കണ്ടക്ടറുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചരിത്ര നോവല് അത് അധികം പേർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു, അധികം കാണുന്നില്ല. എങ്കിലും ചിലവർ കാണുന്നത് കൊണ്ട് ഞാനത് ഇനി ആഴ്ചയിൽ ഒരു ദിവസം മാത്രം തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ 5ാമത്തെ ഭാഗം ഞാൻ ഞായറാഴ്ച തരാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം തരാം. പിന്നെ നിങ്ങൾ കൂടുതൽ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ കൂടുതൽ സംപ്രേഷണം ചെയ്യാം. അത് നിങ്ങൾ കമന്റ് ഒന്നും ചെയ്യുന്നില്ല, വേണോ വേണ്ടതെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ വിഷ്വൽസ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും
ഒരിക്കൽ കൂടി നന്ദി.